ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം മീഡിയയിൽ ഡോക്ടർ ശശി തരൂരിന്റെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അനുകൂല പ്രസ്താവനകളാണ്. പെട്ടെന്നൊരു പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷത്തിൽ ശക്തനായ ഒരു വാഗ്മിയായ ഒരു നേതാവ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും പുരിയും ചുളിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കുന്നത്, ഡിപ്ലോമാറ്റിക് ആയിട്ട് രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടുള്ള ഇന്ത്യയെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഡിപ്ലോമാറ്റുകളിലെ രണ്ടുപേര് ഒരേ സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ നേതാവുമായിട്ടുണ്ടായിരുന്നു. ഒരു ശ്രീ പി വി നരസിംഹറാവുവും ശ്രീ എ വി വാജ്പേയിയുമായിരുന്നു. രണ്ടുപേരും രാഷ്ട്രീയമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യക്ക് എതിരായിട്ട് യു എന്നിൽ ഒരു പ്രമേയം പാകിസ്ഥാൻ കൊണ്ടുവന്നു കാശ്മീരിനെ സംബന്ധിച്ച്. ആ സമയത്ത് നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിലോ കോൺഗ്രസ് പാർട്ടിയിലോ നേതാക്കളില്ലാത്തതുകൊണ്ടല്ല, പകരം പ്രതിപക്ഷ നേതാവായിരുന്ന എ ബി വാജ്പേയിയോടൊപ്പം കാശ്മീരിലെ നേതാവായിരുന്ന ഫറൂഖ് അബ്ദുള്ളയോടുമാണ് യു എന്നിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യാൻ ശ്രീ പി വി നരസിംഹറാവു ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയമായിട്ട് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടുപേരുടെയും ദേശസ്നേഹത്തിൽ രണ്ടുപേർക്കും പരസ്പര വിശ്വാസവും ബഹുമാനവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് യു എന്നിലെത്തുന്നത്. കാശ്മീരിൽ സംസാരിച്ച ഫറൂഖ് അബ്ദുള്ള ചോദിച്ചു, കാശ്മീരിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ പാകിസ്ഥാൻ വന്നപ്പോൾ ഇവിടെ കാശ്മീരി ഭാഷ അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ ആ വികൃതമായ കപട മുഖം വലിച്ചു കീറാൻ, അല്ലെങ്കിൽ കാശ്മീർ എന്നുള്ള വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ വിദേശകാര്യ വിഷയം വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നില്ല, എല്ലാവരും ഒറ്റപക്ഷത്താണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രീ പി വി നരസിംഹറാവു എന്ന് പറയുന്ന രാഷ്ട്രീയ ചാണക്യൻ കാണിച്ച ബുദ്ധിയായിരുന്നു അത്. ഈ അവസരത്തിലാണ് പുതുതായിട്ട് അധികാരമേറ്റ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ ക്ഷണപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ എത്തുന്നത്. അപ്പോ ആ നടന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കോൺഗ്രസിൽ നിന്ന് ഒരു വാഗ്മിയായ വിദേശകാര്യ നയതന്ത്രത്തെ പറ്റി വളരെ അറിവുള്ള ഒരാൾ ഒരു നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത്. ഇനി ശശി തരൂരിന്റെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഉത്തരവിനെതിരെ അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ രീതിയിൽ അദ്ദേഹം മത്സരിച്ചപ്പോഴത്തേക്ക്, കോൺഗ്രസിലോട്ട് മത്സരിച്ചപ്പോഴത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴത്തേക്ക് പലരും അദ്ദേഹത്തെ വിമിഷ്ടം വന്നപ്പോഴത്തേക്ക് പലരും പറഞ്ഞു കോൺഗ്രസ് വിട്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, എന്റെ മെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്, എന്റെ രാഷ്ട്രീയത്തിൽ നിലനിർത്തിയത്, എന്റെ രാഷ്ട്രീയത്തിൽ ഉയർത്തിയത് എല്ലാം ശ്രീ മൻമോഹൻ സിംഗ് എന്ന ഒരൊറ്റ വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹം മരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കണക്കുകൂട്ടി, ശശി തരൂരിന്റെ രാഷ്ട്രീയം മാറിയേ പറ്റൂ. കാര്യം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന് ബന്ധുക്കളും ആരുമില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. തന്നെത്താനെ വഴിവെട്ടി വന്ന ആളാണ് ശ്രീ ശശി തരൂർ. അപ്പോ ഈ അവസ്ഥയിൽ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പറയും ചെയ്ത്, ഞാൻ ഇനി ഇലക്ഷൻ മത്സരിക്കുന്നില്ല, പാർലമെന്റിലേക്ക് ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പുള്ളിക്കാർ ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കില്ല. പക്ഷെ പാർലമെന്റിൽ മത്സരിക്കാത്ത ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിട്ടാനുള്ള അടുത്ത ഒരു പദവിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനം. എന്റെ ബലമായ വിശ്വാസം BJP അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും, ഉപരാഷ്ട്രപതി സ്ഥാനത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വിദേശകാര്യത്തിലെ ശ്രീ നരേന്ദ്രമോദി വഹിക്കുന്ന ഒരുപാട് ചുമതലകൾ അദ്ദേഹത്തിന് കൈമാറാൻ സാധിക്കുമെന്നും, അപ്പോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന ഒരു അവസരം വരുമ്പോഴത്തേക്ക് കോൺഗ്രസുകാർക്കും അതിനെ എതിർക്കാൻ സാധിക്കത്തില്ല, BJPക്കാർക്ക് ഒട്ടുമേ പരാതിയില്ല. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു നല്ല ഒരു സ്ഥാനം, പാർട്ടിക്ക് അതീതമായിട്ടൊരു സ്ഥാനം അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ട്. അത് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറാവും. BJPക്കാർക്കും അതിനകത്ത് സന്തോഷമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.